LED സെൻ്ററിൽ നിന്ന് സുധിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫിസിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ പ്രൈമറി കളേഴ്സിനെയും സെക്കൻഡറി കളേഴ്സിനെയും പറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്. അപ്പോൾ ഷോപ്പിൽ സ്പോട്ട് ലൈറ്റുകൾ വന്നപ്പോൾ അത് ജസ്റ്റ് വർക്ക് ചെയ്യിച്ചപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം എന്നൊരു താല്പര്യം കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ പ്രൈമറി കളറായിട്ട് ഉള്ള കളറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. റെഡ് കളറ്, പിന്നെ അടുത്ത ഒരു കളറാണ് ബ്ലൂ കളറ്, പ്രൈമറി കളറ്. പിന്നെ അടുത്ത പ്രൈമറി കളറാണ് ഗ്രീൻ കളറ്. അപ്പം ഗ്രീൻ കളറിൻ്റെ സ്പോട്ട് ലൈറ്റും കൂടെ ഞാനിവിടെ ഇട്ട് കൊണ്ടുവരികയാണ്. അപ്പം 3 കളറുകളായി. അപ്പോൾ ഈ കളറുകളൊന്നും തന്നെ മിക്സ് ചെയ്ത് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇനി ഈ പ്രൈമറി കളേഴ്സിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ സ്പോട്ടും പിന്നെ ബ്ലൂ കളർ സ്പോട്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നു. അപ്പോൾ മിക്സ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് മജന്ത വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പ്രൈമറി കളേഴ്സ് കൂടി ചേർന്നിട്ടാണ് സെക്കൻഡറി കളറായിട്ടുള്ള മജന്ത ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ കൂടെ തന്നെ ഗ്രീൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ വരും എന്നുള്ളത് നോക്കാം. അപ്പം ഗ്രീൻ കളർ സ്പോട്ട് ലൈറ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നമുക്ക് യെല്ലോ കളർ വന്നതായിട്ട് കാണാം. അപ്പോൾ പ്രൈമറി കളറായിട്ടുള്ള റെഡും ഗ്രീനും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് യെല്ലോ വന്നു. ഇനി നമുക്ക് ഗ്രീനും ബ്ലൂവും കൂടെ ജോയിൻ ചെയ്തിട്ട് ഏത് കളറാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ റെഡ് കളർ സ്പോട്ട് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് ഗ്രീനും ബ്ലൂവും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ സിയാൻ എന്ന് പറഞ്ഞ കളർ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ പ്രൈമറി കളേഴ്സായിട്ടുള്ള റെഡ്, ഗ്രീന്, ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഈ ഒരു 3 കളറൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചിത്രം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. 3 കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പം 3 കളറും ഞാനവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റെഡ്, പിന്നെ ഗ്രീനൂടെ ചേർന്ന് യെല്ലോ, പിന്നെ റെഡ്, ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നിട്ട് വൈറ്റ്, ബ്ലൂവും റെഡും കൂടെ ചേർന്നിട്ട് മജന്ത. അങ്ങനെ നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു സിയാൻ, അങ്ങനെ 7ഓളം കളറുകളുടെ കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ പ്രൈമറി കളേഴ്സ് ചേർന്ന് സെക്കൻഡറി കളേഴ്സ് ആവുമെന്ന് ടെക്സ്റ്റിൽ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്. ബൈ.